തിരുവചനം തിരുവചനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 16-14 പറയുന്നുണ്ട്, നിങ്ങൾ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുവിൻ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച്, ഈശോയെ, ജീവിതത്തിൽ ഏത് പ്രവൃത്തിയെയും സമീപിക്കേണ്ട കാഴ്ചപ്പാട് ഈ വചനത്തിൽ ഞങ്ങൾക്കായി അവിടെ നിന്ന് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ കാഴ്ചപ്പാടിനിണങ്ങുന്ന ചില ആത്മീയ വിചാരങ്ങളെ ഈ നിമിഷങ്ങളിലൊന്ന് കണ്ടെത്താൻ അഭിഷേകം തരണേ. ഞങ്ങളുടെ ഉള്ളു തുറക്കണേ. വചനം വിതയ്ക്കപ്പെടുമ്പം സ്വീകരിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള പശ്ചാത്തലങ്ങൾ ഞങ്ങൾക്കായി രൂപപ്പെടുത്തണേ. അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വചനത്തിലൂടെ നമുക്കായി ഒരുക്കിയ ആത്മീയ ചൈതന്യത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സ്വീകരിക്കാൻ ഒരുങ്ങാം. അമ്മ മാതാവെ പ്രാർത്ഥിക്കണേ. വിശുദ്ധരെ മാധ്യസ്ഥം തേടുന്നു. സകല കൃപകളും അനുഗ്രഹങ്ങളും നൽകാൻ തിരുമനസ്സാകണമേ. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, പൗലോസ്ലീഹായുടെ ഹൃദയപൂർവകമായൊരു ഓർമ്മപ്പെടുത്തലാണ് സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുവിൻ. ഒരു കാര്യത്തെ പല വിധത്തിൽ ചെയ്യാനായിട്ട് മനുഷ്യന് കഴിയും. നമ്മുടെ ഒരു സാമാന്യ ബുദ്ധിയിൽ നമ്മൾ നോക്കിയാൽ താല്പര്യത്തോടെ ചെയ്യാം, താല്പര്യമില്ലാതെ ചെയ്യാം, കടമയാണല്ലോ എന്നോർത്ത് ചെയ്യാം, പിന്നെ വളരെ ശ്രദ്ധാപൂർവം ചെയ്യാം. പുതിയ കാലം നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുകയാണ്. ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും ആത്മാർത്ഥതയെ അളക്കാനായിട്ടുള്ള യന്ത്രമെങ്ങാനും കണ്ടുപിടിച്ചാൽ സ്ഥിതി എന്തായിരിക്കും? ജീവിതത്തിൽ ഏതു ജീവിതാന്തസ്ഥലുള്ള വ്യക്തിയും തന്നിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്തങ്ങൾ, ഏൽപ്പിക്കപ്പെട്ട കടമകൾ, അതിൻ്റെ നിർവഹണത്തോട് ബന്ധപ്പെടുത്തിയിട്ട് ഏറെ ശ്രദ്ധയോടെ സൂക്ഷിക്കേണ്ട ഒരാത്മീയ വിചാരമാണ് വിശുദ്ധ പൗലോസ് ഓർമ്മപ്പെടുത്തിയത്. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അത് സ്നേഹത്തോടെ ആവട്ടെ. വേറെ ഒന്നും പറയാനില്ല. സുന്ദരമായിട്ട് ഈ ചിന്തയെ, ചിത്രത്തെ മനസ്സിലേക്ക് ഒരു വ്യക്തി ഒരാത്മീയ ദർശനത്തോട് കൂടിയിട്ടങ്ങ് ആവാഹിക്കാൻ ശ്രമിക്കുമ്പം ജീവിതത്തിനുണ്ടാകുന്ന മാറ്റം വിസ്മയനീയകരമായ ഒന്നായിരിക്കും. നമുക്ക് മനസ്സിലാക്കാത്ത വിധം ജീവിതത്തിന് മാറ്റം ഉണ്ടാകാൻ തുടങ്ങും. ഈ ഒരു ആത്മീയ വിചാരത്തെ നമ്മളൊന്ന് ആഴത്തിൽ പരിശോധിക്കാനായിട്ട് ശ്രമിക്കുമ്പം ഒന്നാമത് മനസ്സിൽ കുറിക്കേണ്ടത് സ്നേഹം ലക്ഷ്യമാകട്ടെ എന്നുള്ള ചിന്തയാണ്. സ്നേഹത്തിലൂന്നിയ ഒരു ജീവിതശൈലി നിലപാട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണമെങ്കിൽ ഒന്നാമത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം സ്നേഹം ജീവിതത്തിൻ്റെ ലക്ഷ്യമാകണം. 1 കൊറിന്തോസ് 14:1. സ്നേഹമായിരിക്കട്ടെ ലക്ഷ്യമെന്ന്. അപ്പം നമ്മൾ ഏത് ടാർഗറ്റാണോ മുൻപിൽ വെക്കുന്നത് അത് സ്നേഹമാണ് എങ്കിൽ ആ ടാർഗറ്റിലേക്ക് എത്താനായിട്ട് മറ്റു മാർഗങ്ങളില്ലാത്തത് കൊണ്ട് സ്വഭാവേന നമ്മൾ ആ വഴിയിലൂടെ യാത്ര ചെയ്യും. അതാണ് പൗലോസ്ലീഹ ഈ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അമ്മ ത്രേസ്യയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈശോയെ പ്രതി ലോകത്തെ മുഴുവൻ ഉപേക്ഷിക്കാനുള്ള സ്നേഹം നിന്നിൽ നിറയുമ്പോൾ ഈശോയിൽ ലോകം മുഴുവനെയും സ്നേഹിക്കാനുള്ള വളർച്ച നിനക്ക് കിട്ടും. അതായത് ഈശോയെ പ്രതി ലോകത്തെ മുഴുവൻ സ്നേഹിക്കാൻ, അല്ലെങ്കിൽ ലോകത്തെ മുഴുവൻ ഉപേക്ഷിക്കാൻ സ്നേഹം അങ്ങ് നിറഞ്ഞു കഴിയുമ്പം ഈ സ്നേഹം നിന്നെ എന്ത് ചെയ്യും? ഈശോയിലേക്ക് അടുത്ത് ആ അനുഗ്രഹത്തിൻ്റെ ഭാഗമാകാനായിട്ട് നിന്നെ നിർബന്ധിക്കും. അതുകൊണ്ടാണ് സെൻ്റ് അഗസ്റ്റിൻ പറഞ്ഞത്, സ്നേഹിക്കുക, ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക. സ്നേഹം ഒരു ടാർഗറ്റായിട്ട് ജീവിതത്തിൽ വെച്ച് നമ്മളൊരു യാത്ര നടത്തിയാൽ, ഒരു തീരുമാനമെടുത്താൽ, ആ തീരുമാനത്തെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ ജീവിതം ചലിക്കുന്നത് എങ്കിൽ അവിടെ വ്യതിരക്തമായൊരു സാധ്യതയും ഉണ്ടാകില്ല എന്നോർക്കണം. ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ച്, ആ ഫുട്ബോൾ കളിക്കാരനെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം ടാറ്റു ഒന്നും കുത്തിയിട്ടില്ല. അത് ബോൺ മാരോയ്ക്കും ബ്ലഡ് ഡൊണേഷനും ഒക്കെ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ആധികാരികതയൊന്നും എനിക്ക് വ്യക്തമല്ലെങ്കിലും വായിച്ച കുറിപ്പ് ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ലക്ഷ്യം എന്താണോ അതിനാനുപാതികമായിട്ട് ജീവിതത്തിൽ ചില മാറ്റങ്ങളും നിലപാടുകളും സ്വീകരിക്കാനായിട്ട് കഴിയും. സ്നേഹമായിരിക്കട്ടെ ലക്ഷ്യം. രണ്ടാമത്തെ ഒരു വിചാരം, സ്നേഹം നമ്മുടെ കടപ്പാടായി മാറട്ടെ. സ്നേഹം നമ്മളെ കടപ്പെടുത്തുന്ന ഒന്നാണ്. സ്നേഹം എൻ്റെ ജീവിതത്തെ നിർബന്ധിക്കുന്നു എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതും റോമാലേഖനം 13:8 സ്നേഹം എന്നെ കടപ്പെടുത്തുകയാണ് ചില കാര്യങ്ങൾ. ഐ കനോട്ട് ബട്ട്, എനിക്ക് ചെയ്യാതിരിക്കാനാവില്ല.
അതായത് ചില മനുഷ്യരൊക്കെ നമ്മളെ അല്ലാണ്ട് അത്ഭുതപ്പെടുത്തുക. ഒരു കുടുംബത്തെ എനിക്കറിയാം, വൈകല്യമുള്ള 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ അപ്പനും അമ്മയും ജീവിതത്തിൻ്റെ നല്ല ഭാഗം നഷ്ടപ്പെടുത്തി എന്ന് പറയേണ്ടി വരും. നഷ്ടപ്പെടുത്തി എന്ന് പറയാൻ പാടില്ല, ആഗ്രഹത്തോടു കൂടിയിട്ട് വ്യയം ചെയ്തു എന്ന് പറയേണ്ടതായിട്ട് വരും. അവരെന്നോട് പറഞ്ഞൊരു വാക്ക്, ഞങ്ങൾ 2 പേരും ഒരുമിച്ച് വീട് വിട്ട് ഒരിടത്തും പോയിട്ടില്ല. ഈ കുഞ്ഞുങ്ങളെ വിട്ടിട്ട് ഒരുമിച്ച് പോകാനായിട്ട് കുറേ നാളുകൾ, താഴെയുള്ള മക്കൾ മുതിർന്നപ്പം സംഭവിച്ചു, അതിനു മുമ്പ് പറഞ്ഞ കഥയാണ്. എന്നുവെച്ചാൽ ഒരു 10-15 വർഷക്കാലം ജീവിത പങ്കാളികൾക്കിടയിൽ ഒരുമിച്ചൊരു യാത്ര പോലും അസാധ്യമായിരുന്നു. കുറച്ചും കൂടെ ആഴമുള്ള ഒരു ചിന്ത ഇവർ പങ്കുവെക്കുകയാണ്, ഞങ്ങൾക്കൊരുമിച്ചൊന്ന് ഉറങ്ങാൻ പോലും ആയിട്ടില്ല. എന്നുവെച്ചാൽ നമ്മൾ ചിന്തിക്കണ ഫ്രെയിമിനപ്പുറം ഈ സ്നേഹം അവരെ കടപ്പെടുത്തി, സ്നേഹം അവരുടെ ജീവിതത്തെ നിർബന്ധിക്കുന്നു എന്നുള്ള ചൈതന്യത്തിലേക്ക് അവരെത്തി നിൽക്കുമ്പം പിന്നീടൊന്നും ഒരു പലവിചാരമല്ലാതായി മാറുകയാണ്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, സ്നേഹം കൂട്ടിയിണക്കും എല്ലാറ്റിനെയും. സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അത് വല്ലാതെ ബന്ധങ്ങളെ കൂട്ടിയിണക്കാനായിട്ട് സഹായകമാകും. ലോജിക്കൊന്നും വർക്ക് ചെയ്യാത്ത പല സ്പേസിലും സ്നേഹം വർക്ക് ചെയ്യും. സ്നേഹപൂർവ്വം ഒന്ന് സമീപിക്കാൻ പറ്റിയാൽ, സ്നേഹത്തോട് കൂടിയിട്ട് കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തിയിട്ടൊന്ന് പ്രവർത്തനങ്ങളിൽ, ജീവിതാന്തസ്സിൽ, ജീവിതത്തോട് ബന്ധപ്പെട്ട് വ്യാപരിക്കാൻ ശ്രമിച്ചാൽ, പ്രിയപ്പെട്ടവരെ, പിന്നെ കാണുന്നത് വിസ്മയനീയകരമായ ഒരു മാറ്റത്തിൻ്റെ മേഖലയാണ്. അതുകൊണ്ട് സഹോദരനെ ചുമന്നുകൊണ്ട് പോകുന്ന ഒരു കുഞ്ഞിൻ്റെ കുറിപ്പ് വായിച്ചത് മനസ്സിലുണ്ട്. ജ്യേഷ്ഠനെ, ഈ കുഞ്ഞനിയൻ അല്ലാതെ ഭാരമുണ്ട്, ചുമന്നുകൊണ്ട് പോകുമ്പം വഴിവക്കിൽ ആരോ ചോദിച്ചു, ഭയങ്കര ഭാരമാണല്ലേ? ആ കുഞ്ഞനിയൻ പറഞ്ഞ മറുപടി, ഭാരമല്ല, ഇതെൻ്റെ ജ്യേഷ്ഠനാണ്. എന്നുവെച്ചാൽ സ്നേഹം നമ്മുടെ ബന്ധങ്ങളെ വല്ലാതെ കൂട്ടിയിണക്കും. അറിയാതെ തന്നെ ബന്ധങ്ങൾക്കിടയിൽ ഒരു ഫ്ലൂയിഡ് രൂപപ്പെടാനായിട്ട് സ്നേഹം കാരണമായിട്ട് മാറും. പല ആളുകൾക്കിടയിലും ഇന്ന് ഈ സ്നേഹത്തിൻ്റെ ഊർജമില്ലാത്തത് കൊണ്ട്, സ്നേഹത്തിൻ്റെ ഊഷ്മളഭാവങ്ങളില്ലാത്തത് കൊണ്ട് നമ്മുടെ ഒരു മാത്തമാറ്റിക്കൽ ഫ്രെയിമിലാണ്, കണക്ക് പറയുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി ഇന്ന് കുടുംബ ബന്ധങ്ങളിലൊക്കെ എൻ്റെ അധ്വാനത്തിൻ്റെ, എൻ്റെ ബുദ്ധിയുടെ, ഞാൻ ഉണ്ടാക്കിയത്, എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് എന്നൊക്കെ പറയുന്ന ചില സങ്കല്പങ്ങളുണ്ടല്ലോ. വല്ലാതെ ഭാരം തോന്നും നമുക്ക്. വൈവാഹിക ജീവിതത്തിൽ പ്രത്യേകിച്ചും വിവാഹത്തിലൂടെ ഇനി മുതൽ നിങ്ങൾ 2 ഒന്നാണെന്ന് പറയുകയും, നിങ്ങൾക്കിടയിൽ ഭിന്നതയുടെ അല്ലെങ്കിൽ 2 ധ്രുവങ്ങൾ, റെയിൽവേ ട്രാക്ക് പോലെ കടന്നു പോകുന്ന അനുഭവങ്ങളല്ല നിങ്ങളിനി നിൻ്റെ പ്രിയതമയ്ക്ക് വേദനിച്ചാലും നിൻ്റെ വേദനയായി മാറണം. അതുകൊണ്ടാണ് കുടുംബജീവിതത്തിൽ ആരെ പരാജയപ്പെടുത്തിയാലും അവിടെ കുടുംബത്തിന് പരാജയമുണ്ടാവും. ഭർത്താവിനെ ഭാര്യ പരാജയപ്പെടുത്തുകയോ ഭാര്യയെ ഭർത്താവ് പരാജയപ്പെടുത്തുകയോ മക്കളെ മാതാപിതാക്കളെ മക്കളോ ജീവിതത്തിൽ തോൽപ്പിച്ചാൽ നമ്മൾ വിചാരിക്കും ഒരു മര്യാദ പഠിപ്പിക്കാൻ പറ്റി, ഒന്നുമില്ല. സംഭവിക്കുന്ന ദുരന്തം എന്താ? അവിടെ ആത്യന്തികമായിട്ട് കുടുംബമാണ് പരാജയത്തിൻ്റെ കയ്പനുഭവങ്ങളിലേക്ക് എത്തുന്നത് എന്ന് മറക്കാൻ പാടില്ല. അതുകൊണ്ട് സ്നേഹം കൂട്ടിയിണക്കുന്നതാണ് കൊളോസസ് ലേഖനം 3:14. ബന്ധങ്ങളെ ഇങ്ങനെ ഇത്ര ഊഷ്മളമായിട്ട് നിലനിർത്താൻ കഴിയുന്ന ഒരു ടെക്നിക്ക്, വെൽഡിങ് ടെക്നിക്കാണ് സ്നേഹമെന്ന് വിസ്മരിക്കാതിരിക്കും. 4ാമത്തെ കാര്യം, സ്നേഹം വെളിച്ചത്തിലാകാനായിട്ട് നമ്മളെ സഹായിക്കും. ലോകമിന്ന് ഒരുപാട് ഇരുട്ടിൻ്റെ മായിക വലയത്തിൽ തപ്പിത്തടയുകയാണ്. രാത്രിയുടെ യാമങ്ങളെ വല്ലാതെ കൊതിയോടെ കാണുന്ന ഒരു പുത്തൻ സംസ്കാരത്തിൻ്റെ ഭാഗമായി നമ്മൾ മാറുകയാണ്. നട്ടപ്പാതിരായ്ക്കും ഓൺലൈനിൽ സജീവമായി കഴിയുന്ന യുവത്വവും അതിനോട് ബന്ധപ്പെട്ട ഇടങ്ങളും. പാതിരാത്രി കഴിഞ്ഞിട്ടും ഉറക്കമില്ല, ഏറെ വൈകിയാണ് ഉറങ്ങുന്നത്. ഇന്ന് ഈ മനുഷ്യൻ്റെ ബയോളജിക്കൽ സിസ്റ്റത്തെ പോലും തകിടം മറിക്കാനായിട്ട് അത് കാരണമായിട്ടുണ്ട് എന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. ഒരു മനുഷ്യന് സ്വാഭാവികമായിട്ടും സ്വഭാവേന വിശ്രമിക്കേണ്ട സമയത്ത് വിശ്രമിക്കാതെ മറ്റ് സമയങ്ങളിൽ വിശ്രമിക്കുകയും പിന്നെ നേരം വെളുത്ത് ഉച്ചയാകുവോളം ഉണർന്നിരിക്കുന്ന അനുഭവങ്ങൾ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ അപ്രത്യക്ഷമായി എന്നൊക്കെ ഒരു വീട്ടിൽ അമ്മച്ചി എന്നോട് പറഞ്ഞു. കാരണം എന്താ? എഴുന്നേറ്റിട്ട് വേണ്ടേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. പിന്നെ ഉച്ചയോട് ബന്ധപ്പെടുത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു സംവിധാനത്തിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുക. അപകട സൂചനകളെ തിരിച്ചറിയണം. അതുകൊണ്ടാണ് പറഞ്ഞ് സ്നേഹം നമ്മളെ വെളിച്ചമുള്ളതാക്കാനായിട്ട് സഹായിക്കും. യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 9, 10 വചനത്തോട് ബന്ധപ്പെടുത്തി ഈ വിചാരത്തെ വായിച്ചെടുക്കാൻ പറ്റും. സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം പ്രദാനം ചെയ്യുന്നുണ്ട്. മദർ തെരേസയെക്കുറിച്ച് പറയണത് ഐ ആം എ സെയിൻറ്റ് ഓഫ് ഡാർക്ക്നെസ് എന്നാണ്. മദർ തെരേസ പറയുന്ന ഐ ആം എ സെയിൻറ്റ് ഓഫ് ഡാർക്ക്നെസ്. ഞാൻ വിശുദ്ധയായാലും സ്വർഗത്തിൽ ആബ്സെൻ്റ് ആയിരിക്കും. കാരണം ഭൂമിയിൽ
ഇരുട്ടിൽ കഴിയുന്നവർക്ക് ഞാൻ വെളിച്ചമാകുന്ന തിരക്കിലായിരിക്കും. മദർ തെരേസയുടെ വാക്കുകളാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇരുട്ടിൻ്റെ വിശുദ്ധയാണെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം മോശമാണെന്നൊന്നുമല്ല മദർ തെരേസ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ ഭൂമി പല വിധത്തിൽ, പ്രത്യേകിച്ചും ദരിദ്രൻ്റെ പക്ഷം ചേരാനായിട്ട് ആളില്ലാത്തത് കൊണ്ട്, മുറിവേറ്റവൻ്റെ കൂടെ നിൽക്കാനായിട്ട് മനസ്സില്ലാത്തത് കൊണ്ട്, ഇനിയും എനിക്കെൻ്റെ ഈ ജീവിതത്തിന് ശേഷവും ഈ ഭൂമിയിൽ ഇരുട്ടിൽപ്പെട്ടവൻ്റെ ജീവിതത്തിനൊരു കൈത്തിരിയാകാനായിട്ട്, മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടമാകാനായിട്ട് ഉത്തരവാദിത്വമുണ്ട് എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് മദർ തെരേസ പറഞ്ഞത് ഐ ആം എ സെയിൻറ്റ് ഓഫ് ഡാർക്ക്നെസ്. നമുക്കുണ്ട് ജീവിതത്തിലെ ഉത്തരവാദിത്വം. ഒന്നുള്ളിൽ വെളിച്ചം പേറുന്നവരായി മാറാൻ പറ്റിയാൽ സ്നേഹം ഈ വെളിച്ചമാണ്. സ്നേഹം ഈ വെട്ടം പ്രദാനം ചെയ്യുന്ന സ്വർഗത്തിൻ്റെ മനോഹരമായ അനുഭവമാണ്. അതിലേക്ക് എത്താൻ പറ്റണം. അതാണ് 4-ാമത്തെ കാര്യം. 5-ാമത്തെ കാര്യം, സ്നേഹിക്കുന്നവർക്ക് ദൈവത്തെ അറിയാനാവൂ എന്നതാണ്. യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിന് 4:8. അപ്പം ദൈവത്തെ അറിയുന്നു എന്നൊക്കെ നമ്മൾ വെറുതെ പറഞ്ഞാൽ പോരാ. ദൈവത്തെ അറിയണമെങ്കിൽ നാം കടന്നു പോകേണ്ടതും നടന്നു നീങ്ങേണ്ടതും സ്നേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു പന്ഥാവിലൂടെയാണ് എന്ന് വിസ്മരിക്കാൻ പാടില്ല. മറ്റെന്ത് പ്രവൃത്തികൾ ചെയ്താലും ജീവിതത്തിൽ ഈ ദൈവത്തെ അറിയാൻ പറ്റില്ല. കാരണം ദൈവം സ്നേഹമാണ്. യോഹന്നാൻ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ച ഒരാത്മീയ വിചാരമാണ്. ദൈവം സ്നേഹമായതുകൊണ്ട് ഈ സ്നേഹവലയത്തിലല്ലാതെ ദൈവത്തിരുമുമ്പിലേക്ക് ഒരു വിശ്വാസിക്ക്, ഒരു വ്യക്തിക്ക് എത്താൻ പറ്റില്ല. അല്ലാതെ എത്തുന്നത് ജീവിതത്തിൽ അനുഗ്രഹമാവുകയുമില്ല. ഓർക്കണം, നമ്മൾ ഓരോരുത്തരും സ്നേഹിക്കുന്നവർക്ക് ദൈവത്തെ അറിയാൻ പറ്റും, സ്നേഹിക്കാത്തവർക്ക് ദൈവത്തെ അറിയാൻ പറ്റിയല്ല. വിശ്വാസത്തിലേക്കൊക്കെ ആളുകൾ വൈമുഖ്യത്തോട് കൂടിയിട്ട് സമീപിക്കുമ്പം, അതിൻ്റെ അടിസ്ഥാനം തേടിയെത്തുമ്പം ബുദ്ധി കൊണ്ട് മാത്രമാണ് വിശ്വാസത്തെ കാണാൻ ശ്രമിക്കുന്നത്, സ്നേഹം കൊണ്ടാവുന്നില്ല. ഒരു ബന്ധങ്ങളിൽ പോലും ഒരു കുഞ്ഞിനെ ഒരമ്മ ഒരു ലോജിക്കിൻ്റെ ബേസിസിൽ സമീപിച്ചാൽ, അമ്മയാണല്ലോ, എൻ്റെ കടമയാണല്ലോ, ഞാൻ ചെയ്തേ പറ്റൂ എന്ന ലോജിക് ഫ്രെയിമിൽ സമീപിച്ചാൽ ആ കുഞ്ഞിനെ സ്നേഹിക്കാനാവില്ല. അതുകൊണ്ടാണ് ചില കുഞ്ഞുങ്ങളൊക്കെ, ചില ആളുകൾ എടുക്കും വല്ലാതെ ഭയത്തോട് കൂടിയിട്ട് വാവിട്ട് കരയുന്നത്. ആ വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും ഈ കുഞ്ഞിലേക്ക് സ്പർശം വഴിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നെഗറ്റീവായതുകൊണ്ടാണെന്നാണ് പറയുന്നത്. ആൾ മോശക്കാരനാണെന്നോ കൊള്ളരുതാത്തവരാണെന്നോ ഒന്നും അർത്ഥമില്ല. മാമോദിസയ്ക്കൊക്കെ വരുമ്പം തികച്ചും അപരിചിതമായ ഒരു കരങ്ങളിലേക്ക് കുഞ്ഞിനെ കൊടുത്തു കഴിയുമ്പം പിള്ളേർ പള്ളി പൊളിക്കും. കാരണം എന്താണ്? അടിസ്ഥാനപരമായിട്ട് ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അതിന് വളരെ പരിചിതമായ ഒരു സ്പർശമുണ്ട്. അതിൻ്റെ അമ്മയുടേതോ ആ കുഞ്ഞ് ആയിരുന്ന ഇടത്തോട് ബന്ധപ്പെടുത്തിയ ഒരിടത്താണ് അതുള്ളത്. അതിൽ നിന്ന് വ്യത്യാസപ്പെട്ട് കഴിയുമ്പം എന്ത് സംഭവിക്കുന്നു? കുഞ്ഞിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് സ്നേഹത്തോടെ അല്ലാതെയുള്ള ഒരു സമീപനമായി മാറും. അതാ തിരുവചനവും പറയുന്നത്, സ്നേഹിക്കുന്നവർക്ക് ദൈവത്തെ അറിയാൻ പറ്റും, അതുപോലെ തന്നെ മനുഷ്യരെയും. 6-ാമത്തെ കാര്യം, സ്നേഹം നിഷ്കളങ്കമായിരിക്കണം. അപ്പം ഈ നിഷ്കളങ്കത എന്നൊക്കെ പറയണത് ശിശുസഹജമായ ഒരു ഭാവം എന്നൊക്കെ നമ്മൾ വിളിക്കും. അതിന് പല വ്യാഖ്യാനങ്ങളും ഒരുപാട് ആഴമുള്ള അർത്ഥതലങ്ങളുമുണ്ട്. അവിടെ ഏറെ ശ്രദ്ധയോട് കൂടിയിട്ട് മദർ തെരേസയുടെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി രചിക്കപ്പെട്ട ഒരു പുസ്തകത്തിനകത്ത് സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും മനോഹരമായത് എന്ന പുസ്തകത്തിൽ ഗ്രന്ഥകാരൻ പറയാണ്, മദർ തെരേസയുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് പറയുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നിഷ്കളങ്ക സ്നേഹത്തിന് അഭൗമമായൊരു പ്രഭയുണ്ട്. അത് മദർ തെരേസയിൽ കാണാൻ പറ്റും. അതറിയാതെ മാനസാന്തരത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും. മദർ തെരേസയുടെ ജീവിതത്തിൽ നിഷ്കളങ്കമായൊരു സ്നേഹമുണ്ട്. അത് നമ്മൾ പോലും അറിയാതെ നമ്മളെ എന്ത് ചെയ്യും? മാനസാന്തരത്തിലേക്ക് നയിക്കും. എത്ര സുന്ദരമാണ് നോക്കിയ വാക്കുകൾ. നിഷ്കളങ്കമായൊരു സ്നേഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിയുമ്പം അത്ഭുതകരമായിട്ട് ആ വ്യക്തിക്ക് സ്വാധീനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇന്ന് പല ആളുകൾക്കും സ്വാധീനമുള്ള വ്യക്തികളായി മാറാൻ കഴിയാത്തത് ഈ അടിസ്ഥാനപരമായിട്ട് നിഷ്കളങ്കതയുടെ ഭാവങ്ങൾ നഷ്ടമായി പോയത് കൊണ്ടാണ്. നിഷ്കളങ്കതയെ ചുറ്റിപ്പറ്റി നിൻ്റെ ജീവിതത്തെ ഒന്ന് കരുപ്പിടിപ്പിച്ചാൽ, അവിടെ ഒന്ന് വളർത്താൻ ശ്രമിച്ചാൽ വലിയ മാറ്റം ഉണ്ടാവും. മാതൃത്വത്തിലൊക്കെ ഈ നിഷ്കളങ്കത ചോർന്നു പോയോ എന്നൊക്കെ ആളുകൾ സങ്കടം പറഞ്ഞു തുടങ്ങി. കാരണം മക്കളെ ഇന്ന് ഈ നാളുകളിലൊക്കെ പത്രമാസികകളിലൊക്കെ നമ്മൾ ഭയപ്പെടുത്തുന്ന വാർത്തകൾ കാണാം. കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നും, വിഷം കൊടുത്തും, അല്ലെങ്കിൽ കഴുത്ത് ഞെരിച്ച് കൊന്നും, അങ്ങനെ വെള്ളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തുമൊക്കെ ഇല്ലായ്മ ചെയ്തിട്ട് മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അമ്മമാരൊക്കെ മരിക്കുകയാണ്. ഈ കുഞ്ഞിൻ്റെ മുഖം കണ്ടാൽ ഒരു അമ്മയ്ക്ക് ഇതെങ്ങനെ സാധിക്കുമെന്നൊക്കെ നമ്മുടെ സാമാന്യ ബുദ്ധി ചോദിക്കുമ്പോഴും മനസ്സാക്ഷി മരവിച്ചു പോയി. കാരണങ്ങൾ ഒരുപാട് പറയാനുണ്ടാവും. ആത്മഹത്യയൊന്നും ഒരാൾ മനഃപൂർവ്വം ചെയ്യുന്നത്, ഓബിയച്ചൻ്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ
ജീവിതത്തിൻ്റെ എല്ലാ വാതിലും അടയുമ്പം ശ്വാസം മുട്ടി മരിക്കുന്ന പ്രവൃത്തിയാണ് ആത്മഹത്യ. ജീവിതത്തിൻ്റെ എല്ലാ വാതിലുകളും കൊട്ടിയടയപ്പെടുമ്പം പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്തും ജീവിതത്തിൽ ഒരിക്കലും സാധ്യമല്ലാത്ത വിധം വിദൂരത്തുമായി കഴിയുമ്പം ഒരു വ്യക്തി എത്തി നിൽക്കുന്ന അല്ലെങ്കിൽ എത്തിപ്പെടുന്ന ലാസ്റ്റ് റിസോർട്ട്, അവസാനത്തെ അഭയഗേഹമാണ് ആത്മഹത്യ. നമുക്കത് മനസ്സിലാകും. എങ്കിലും ഒരു കുഞ്ഞിൻ്റെ കരച്ചിലിൻ്റെ മുമ്പിലും ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയുടെ മുമ്പിൽ ഈ അമ്മയ്ക്ക് ഈ മനസ്സാക്ഷിയെ ഒന്ന് ഉണർത്താൻ കഴിയുന്നില്ലല്ലോ എന്ന ഭാരമാണ് ഞാൻ പങ്കുവച്ചതിൻ്റെ ആത്മീയ ചൈതന്യം. അതുകൊണ്ടാണ് ആറാമത്തെ കാര്യം, സ്നേഹം നിഷ്കളങ്കമായിരിക്കണം. നിഷ്കളങ്കതയോടുകൂടിയിട്ട് സ്നേഹത്തെ നമുക്കൊന്ന് കാണാൻ പറ്റുമോ? വേറെ ഒരു ഫ്രെയിമും അതിൻ്റെ ഉള്ളിൽ വേണ്ട, വേറെ ഒരു മാനവും അതിൽ നമുക്ക് മനസ്സിലാകുന്നതല്ല. എന്നാൽ എന്താ അതിൻ്റെ പുറകിലെ കാരണം? സ്നേഹിക്കുന്നു നിഷ്കളങ്ക ഭാവത്തോടെ. ഏഴാമത്തെ കാര്യം, സ്നേഹത്തും പാപത്തെ മറയ്ക്കും. ഒരു വ്യക്തി ആഴമുള്ള സ്നേഹാനുഭവത്തിലേക്ക് എത്താൻ തുടങ്ങുമ്പം പാപത്തിൽ നിന്നും അകന്നു നിൽക്കാനായിട്ടുള്ള കൃപയിലേക്ക് എത്തിത്തുടങ്ങും. അതുകൊണ്ടാണ് 1 പത്രോസ് 4:8 ഈ വചനം ഓർമ്മപ്പെടുത്തുന്നത്, സ്നേഹം പാപത്തെ മറയ്ക്കും. ഒരു മനുഷ്യൻ്റെ ജീവിതം പാപബദ്ധമായിരിക്കുമ്പോൾ പോലും സ്നേഹം അവൻ്റെ ജീവിതത്തിൽ ആഴമുള്ള അവസ്ഥയിലേക്ക് എത്തിക്കഴിയുമ്പം അവന് പാപത്തോട് അകലം പാലിക്കാനായിട്ട് കഴിയും, പാപത്തെ മാറ്റി നിർത്താനായിട്ട് കഴിയും. സ്നേഹമില്ലെങ്കിൽ പിന്നെ എന്ത് തോന്നിവാസവും കാണിക്കും. ഒരു മദ്യപാനായ ഒരു അപ്പനെക്കുറിച്ച് ഒരു കുടുംബം പറഞ്ഞ കഥ ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം പണിയെല്ലാം കഴിഞ്ഞ് വയറ് നിറച്ച് ചാപ്പാടും കഴിച്ച് സുഖമായിട്ട് വീട്ടിലേക്ക് കടന്നു വരും. എന്നിട്ട് വീട്ടിലുള്ളവനെ സ്വസ്ഥത കൊടുക്കില്ല, ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കില്ല. പറ്റുമെങ്കിൽ അവിടെ ഉണ്ടാക്കി വെച്ചതൊക്കെ എടുത്ത് മറച്ച് കളയാനോ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ അഴുക്കുകളൊക്കെ മണ്ണ് വാരി ഇടുവോ, അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം. എന്ന് വെച്ചാൽ വല്ലാണ്ട് സ്വാർത്ഥമതിയായിട്ട് മാറുകയാണ്, വല്ലാണ്ട് പൈശാചിക ബന്ധനത്തിലാവാണ്. എന്നാൽ സ്നേഹമെന്ന വികാരത്തിൻ്റെ ആത്മീയ ചൈതന്യം ഒരു വ്യക്തിയുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ തുടങ്ങുമ്പം, സ്നേഹം ഇങ്ങനെ ഉള്ളിൽ നിറയാൻ തുടങ്ങുമ്പം, ഈ എണ്ണയുള്ള കുപ്പിയിൽ വെള്ളം ഒഴിക്കുന്നത് പോലെ, എണ്ണയുള്ള കുപ്പിയിൽ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നാൽ എണ്ണ ഇങ്ങനെ പതിയെ 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 പുറത്തേക്ക് പോയി ആ കുപ്പിക്കകത്ത് വെള്ളം മാത്രമായിട്ട് മാറും. കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയണം. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തോട് തിരുവചനം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയാണ്, സ്നേഹം പാപത്തെ മറയ്ക്കാൻ സഹായിക്കും. പാപം ഈ ലോകത്തിൻ്റെ ബന്ധനമാണ്, സൗഹൃദങ്ങളെയും ജീവിതത്തെയും മുഴുവനും തകിടം മറിക്കുന്നതാണ്. പാപത്തിൽ സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് അകലാൻ ഉൽപ്പത്തി പുസ്തകം ഓർമ്മപ്പെടുത്തും. കായനോട് കൃത്യമായിട്ടും പറഞ്ഞു, പാപം നിന്റെ പടിവാതിൽക്കൽ പതിയിരിപ്പുണ്ട്. ഈ പാപം പതിയിരിപ്പുണ്ട് എന്ന് പറയുമ്പം അതിനെ അതിജീവിക്കാൻ കഴിയുന്ന സ്നേഹം നിറയ്ക്കുക എന്ന അതിൻ്റെ അർത്ഥം. കായന് ആബേലിനോടുണ്ടായിരുന്നത് ഈ പാപത്തെ അതിജീവിക്കാനുള്ള കൃപ, അത് സ്നേഹത്തിൻ്റെ കൃപ സ്വർഗം കൊടുത്തിരുന്നു. കായൻ എന്ത് ചെയ്തു? ഈ സ്നേഹത്തിൻ്റെ കൃപയെ വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കാതെ, ഈ സ്നേഹാനുഗ്രഹങ്ങളെ, സ്നേഹാഭിഷേകത്തെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കാതെ വിദ്വേഷത്തിൽ, വെറുപ്പിൽ, വിരോധത്തിൽ, പകയിൽ, പകവീട്ടാനുള്ള കൊതിയിലൊക്കെ ജീവിച്ച് കടന്നുപോയപ്പം എന്തായിത്തീർന്നു? കായൻ്റെ ജീവിതം ദുരന്തപൂർണമായ ഒരു ജീവിതമായി മാറി, ദുരന്ത പര്യവസായ ഒരു എപ്പിസോഡായിട്ട് തീരുകയാണ്. നമ്മൾ ഓർക്കണം, സ്നേഹം പാപത്തെ മറയ്ക്കാൻ സഹായിക്കും. സ്നേഹമെന്ന് കമ്പോളവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് അത്ഭുതം തോന്നും. ഈ സ്ക്രീനുകളിലൊക്കെ നമ്മൾ കാണുന്ന, അത് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒക്കെ കാണുന്ന ജീവിതങ്ങൾക്ക് അവരുടെ അഭിനയത്തോട് ബന്ധപ്പെടുത്തി നല്ല മാർക്ക് കൊടുക്കപ്പെടും. ജീവിതത്തോട് പുലബന്ധം പോലും ഇല്ല. നല്ല അമ്മയുടെ ഭാവങ്ങളും നല്ല ജീവിത പങ്കാളിയുടെ വേഷങ്ങളുമൊക്കെ അഭിനയിച്ചു കടന്നു പോകുന്ന ഇത്തരം മേഖലയിലെ ആളുകളെ നമ്മളൊന്ന് പഠനവിധേയമാക്കുമ്പം അവരാരും ജീവിതത്തിൽ ഈ നിലപാടിനോട് ഒരു ബന്ധവും സൂക്ഷിക്കുന്നില്ല. വല്ലാണ്ട് ഭയം തോന്നും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്നേഹം പോലുമെന്ന് കമ്പോളവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. കുഞ്ഞിനോടമ്മയ്ക്ക് സ്നേഹമാണെന്ന് ഓൺലൈനിലൂടെ പങ്കുവെക്കുന്ന ഒരു സംസ്കാരം. കുഞ്ഞു കരയുമ്പം അമ്മയുടെ ശ്രുതിമധുരമല്ലാത്ത താരാട്ടുപാട്ട് പാടുന്നതിന് പകരം നല്ല സുന്ദരമായിട്ട് ഗായകർ പാടിയ ചിത്രയും സുജാതയും ഒക്കെ പാടിയ താരാട്ടുപാട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ വെച്ച് കൊടുക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം നന്മയാണോ എന്ന് ചോദിച്ചാൽ വിധിക്കാൻ ഞാൻ ആളല്ലെങ്കിലും അതല്ല. ശ്രുതിയില്ലാത്തതും അത്ര ഈണകരമല്ലാത്തതും ഇമ്പമുള്ളതല്ലാത്തതുമായ അമ്മയുടെ താരാട്ടിൻ്റെ പുറകിൽ കുഞ്ഞിൻ്റെ ജീവിതത്തിന് വല്ലാത്തൊരു സുഖമുണ്ട്, സുഖം അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒട്ടും പാട്ടറിയാത്തവർ പോലും ആ തൊട്ടിലിൽ കുഞ്ഞിനെ കിടത്തിയിട്ട് ആ മൂളിപ്പാട്ടിൽ ഒരു ശ്രുതിബദ്ധമല്ലാത്ത ഒരു അവസ്ഥയിൽ ചെയ്യുമ്പോഴും കുഞ്ഞുറങ്ങുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, സ്നേഹം പാപത്തെ
മറയ്ക്കും. എട്ടാമത്തെ കാര്യം, നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ്. റോമാലേഖനം 13-ാം അധ്യായത്തിൽ 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ്. സ്നേഹമാണ് നമ്മളെ ആത്യന്തികമായിട്ട് ഒരു കാര്യം അതിൻ്റെ പരിപൂർണതയിലെത്തിക്കാനായിട്ട് സഹായിക്കുക. അതാണ് നമ്മുടെ അവസാനത്തെ കാര്യം. കൃത്യമായിട്ട് ഓർമ്മിക്കണം, മറ്റൊന്നിനും നമ്മുടെ ജീവിതത്തെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് സ്നേഹം ഒരു വ്യക്തിയുടെ ജീവിതത്തെ പൂർണ്ണതയിലെത്തിക്കും. ഈ പൂർണ്ണത എന്നൊക്കെ പറയുന്നത് വ്യക്തിപരമാണെന്ന് കൂടി ഓർമ്മിക്കണം. ഒരു കുഞ്ഞ് ചെയ്യുന്ന ഒരു പ്രവൃത്തി പൂർണ്ണമാകുന്നത് അത് കുഞ്ഞാണ് ചെയ്തത് എന്ന അവബോധം നമ്മുടെ ഉള്ളിൽ തട്ടുമ്പോഴാണ്. ഒരു തിരിച്ചറിവുള്ള ഒരാൾ ചെയ്യുമ്പോഴും ആ മേഖലയിൽ അറിവുള്ള ഒരാൾ ചെയ്യുമ്പോഴും അതിൻ്റെ അർത്ഥതലങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഞാൻ പണ്ട് കർണാടകത്തിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് അവിടെ ഒരു ആശ്രമത്തോട് ബന്ധപ്പെടുത്തി ഒരു കേസിനോട് ബന്ധപ്പെടുത്തി വക്കീൽ കോടതിയിലായിരിക്കും എന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പം എനിക്കതിന് കോടതിയുടെ ഭാഷ വ്യക്തമല്ലാത്തത് കൊണ്ട് ഉത്തരം പറയാനായിട്ടായില്ല. അയാൾ വളരെ പരുഷമായി സംസാരിച്ചപ്പം എൻ്റെ വക്കീൽ പറഞ്ഞു, മറ്റേ വക്കീലിനോട് പറഞ്ഞു, ഇദ്ദേഹം ഒരു പള്ളിയിൽ അച്ഛനാണ്, അദ്ദേഹം ഒരു വക്കീലല്ല. എന്നുവെച്ചാൽ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു കാര്യം പൂർത്തീകരിക്കപ്പെട്ടു എന്നതിൻ്റെ അർത്ഥം അത് ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ കഴിവിലും കപ്പാസിറ്റിയിലും ഒക്കെ ചേർന്നുകൊണ്ട് വേണം മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ടാണ് ഹെർമൻ ഹെസയുടെ ദേശാടനം എന്ന ആ പുസ്തകത്തിനകത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, ഇഷ്ടദേവതയെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ പറയുന്ന ഒരു കാര്യം, കുട്ടികളുടെ ഇഷ്ടദേവത കളിപ്പാട്ടമാണ്, കുടിയൻ്റെത് മദ്യപാനമാണ്, ധനവാൻ്റേത് കള്ളപ്പണമാണ്, അധികാരിയുടേത് അധികാരമാണ്. എന്ന് വെച്ചാൽ ഒരുവൻ്റെ പൂർണ്ണത അവൻ്റെ ജീവിതത്തോട് ബദ്ധമായിട്ടിരിക്കുന്നുവെന്ന ആത്മീയ വിചാരമാണ്. നമ്മൾ ഈ ചിന്തകളെ അവസാനിപ്പിക്കുമ്പം സ്നേഹം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും സ്വാധീനിക്കുന്നതായി മാറട്ടെ. വിശുദ്ധർ ഓർമ്മപ്പെടുത്തും, പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കും, സ്നേഹം നമ്മുടെ ജീവിതത്തെ ലക്ഷ്യമാകണം, സ്നേഹം കടപ്പാടായി രൂപാന്തരപ്പെടണം, സ്നേഹം കൂട്ടിയിണക്കുന്ന ഒന്നാണെന്ന് നമ്മൾ മറക്കാൻ പാടില്ല, സ്നേഹം നമ്മെ വെളിച്ചത്തിലാക്കും എന്ന് വിസ്മരിച്ചുകൂടാ. സ്നേഹത്തോട് ചേർന്നാൽ നമുക്ക് ദൈവത്തെ നന്നായിട്ട് അറിയാൻ പറ്റും. സ്നേഹം നിഷ്കളങ്കതയുടെ ആവരണം കൊണ്ട് അഭിഷേകമായി മാറട്ടെ. സ്നേഹത്തിൽ പാപത്തിന് ഇടമുണ്ടാവില്ലെന്നോർക്കാം. ഒടുവിൽ നിയമത്തെ പൂർത്തീകരിക്കാൻ ഈ സ്നേഹത്തെ ചുറ്റിപ്പറ്റി ജീവിക്കാം. കരങ്ങൾ കൂപ്പി ഒന്ന് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, സകല കാര്യങ്ങളും സ്നേഹമെന്ന ആ ഒരു ന്യൂക്ലിയസിൻ്റെ ചുറ്റും ചെയ്തു പൂർത്തിയാക്കി ഈ ജീവിതത്തെ അനുഗ്രഹമാക്കാൻ കൃപ തന്നേ. സ്നേഹമില്ലെങ്കിൽ സൗഹൃദങ്ങളും പ്രണയങ്ങളും ദാമ്പത്യബന്ധങ്ങളും ഏത് തൊഴിൽ മേഖലയും വലിയ ഭാരമാകും, അനുഗ്രഹത്തിൻ്റെ തടസ്സമാകും. കർത്താവേ, സ്നേഹത്തെ ചുറ്റിപ്പറ്റി ഒരു പുതുജീവിതത്തിൻ്റെ സാധ്യത തുറക്കണേ. ആത്മശോധന ചെയ്യാൻ അഭിഷേകം തരണേ. നാളിതുവരെ ചെയ്തതൊക്കെ സ്നേഹത്തിലാണോ, സ്നേഹബന്ധത്തിലാണോ, സ്നേഹപൂർണ്ണമായിരുന്നോ? ചോദിക്കാം. കുറവുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാം. മദർ തെരേസയെ പോലെ, മാക്സിമിലിയൻ കോൾവയെ പോലെ ഈശോയെ, സ്നേഹത്തെ ചുറ്റിപ്പറ്റി ജീവിതത്തിന് പുതിയ ദിശാബോധം കൊടുക്കാൻ കൃപ തരണമേ. പ്രാർത്ഥിക്കണേ. അമ്മേ മാതാവേ, മാധ്യസ്ഥം തേടണേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.